ഇന്ന് നമ്മൾ നോക്കുന്നത് എൻജിനീയറിംഗ് ഗ്രാഫിക്സിൽ ഡയമെൻഷനിങ്ങിൽ വരുന്ന അതിൻ്റെ റൂൾസാണ്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സിലെ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് ചുരുക്കി നമുക്ക് ആവശ്യം വേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട റൂൾസാണ് പറയുന്നത്. ഡയമെൻഷനിങ്ങിൻ്റെ പ്രോബ്ലംസ് നമ്മൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എക്സാമിന് ചെയ്യുമ്പോഴും അത് കൂടാതെ തന്നെ എൻജിനീയറിംഗ് ഗ്രാഫിക്സിൽ മൊത്തമായിട്ട് നമുക്ക് ഡയമെൻഷനിങ് വരുന്നതാണ്. നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതിലെന്തായാലും ഡയമെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ പാലിക്കേണ്ട നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട റൂൾസിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ വ്യക്തമായി കുറച്ച് പോയിൻറ്റ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചുരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് അതിൽ പറയുന്നത് കീപ് ദ ഡയമെൻഷൻസ് ഔട്ട്സൈഡ് ദ വ്യൂസ്. അതായത് മാക്സിമം ഡയമെൻഷൻസ് എല്ലാം തന്നെ നമ്മൾ വരച്ച ഡ്രോയിങ്ങിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വരച്ച വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താണോ വരച്ചത് അതിൻ്റെ പുറത്തായിട്ട് വേണം ഡയമെൻഷൻസ് ചെയ്യാമെന്നാണ് ഫസ്റ്റ് റൂൾ പറയുന്നത്. മാക്സിമം എല്ലാ സാഹചര്യത്തിലും അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷേ മിക്കവാറും ഒരു 98-99% നമുക്ക് പുറത്ത് ചെയ്യാൻ കഴിയും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ പുറത്ത് തന്നെ ഡയമെൻഷൻ ചെയ്യണം, അകത്ത് ചെയ്യരുത്. അകത്ത് ചെയ്യുന്നത് സാധാരണ രീതിയിൽ റൂൾ പ്രകാരം എന്താണ്, തെറ്റാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എല്ലാ റൂളിൻ്റെയും സൈഡിൽ റോങ്, റൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ റോങ് നോക്കൂ, ആ ഡ്രോയിങ്ങിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതൊരു ശരിയായ രീതിയല്ല. ശരിയായ രീതി എന്താണ്, അതിൻ്റെ അപ്പുറത്ത് വലത്തെ സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ശരിയായ രീതി. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, ഏരോ ഹെഡ്സ് ഷാൽ ടച്ച് ദ എക്സ്റ്റൻഷൻ ലൈൻ. ഓക്കെ, നമുക്കറിയാം, നമ്മളൊരു ഫിഗർ വരച്ചു അല്ലെങ്കിൽ ഒരു വ്യൂ വരച്ചു, ഒരു ഡ്രോയിങ് വരച്ചു എന്ന് വിചാരിക്കാം. അതിൻ്റെ ഡയമെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി എവിടം മുതൽ എവിടം വരെയാണോ ഡയമെൻഷൻ എന്നറിയാൻ വേണ്ടി കൃത്യമായി നമ്മളത് എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കാറുണ്ട് അല്ലേ. ആ എക്സ്റ്റൻഷൻ ലൈനിൻ്റെ മേലെ ഏരോ ഹെഡ് ടച്ച് ചെയ്തിരിക്കണം. അത് വ്യക്തമായ രീതിയിൽ ടച്ച് ചെയ്തിരിക്കണം. ഇവിടെ പല റോങ് കാര്യങ്ങളും കാണിച്ചു കാണുന്നുണ്ട്, ഒരു റൈറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 എൻഡിലും അത് ടച്ച് ചെയ്തിട്ടില്ല, ഇവിടെ ഒരു എൻഡ് ടച്ച് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ എന്താണ്, ഏരോ ഹെഡ് എക്സ്റ്റൻഷൻ ലൈനിൻ്റെ പുറത്തേക്ക് കടന്നു പോയി, ഇവിടെ ഏരോ ഹെഡ് ഇല്ല, ഇവിടെ പുറത്തേക്കും പോയി, അതുപോലെ ഇവിടെ ടച്ച് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ തരത്തിൽ നമ്മൾ ഡയമെൻഷൻ ലൈൻ വരച്ച ഏരോ ഹെഡ് കൃത്യമായി അതിൻ്റെ മേലെ ടച്ച് ചെയ്യാതെ നിർത്തുന്നതെല്ലാം തന്നെ എന്താണ്, ഡയമെൻഷനിങ്ങിൻ്റെ റൂൾ പ്രകാരം തെറ്റാണ്. കൃത്യമായി എക്സ്റ്റൻഷൻ ലൈനിൻ്റെ മേലെ ഏരോ ഹെഡിൻ്റെ ടിപ്പ് ടച്ച് ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിക്കണം. അതാണ് ഇവിടെ സെക്കൻഡ് പോയിൻ്റ് പറയുന്നത്. അടുത്തത്, എ സർക്കിൾ ഷുഡ് ബി ഡയമെൻഷൻ ബൈ ഇറ്റ്സ് ഡയമീറ്റർ ആൻഡ് ആൻ ആർക്ക് ബൈ ഇറ്റ്സ് റേഡിയസ്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇതിൻ്റെ മുന്നത്തെ ഡയമെൻഷനിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു സർക്കിൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമീറ്ററാണ് എപ്പോഴും ഉപയോഗിക്കുക ഡയമെൻഷൻ ചെയ്യാനായിട്ട്. എന്തുകൂടെ ചെയ്യണം, ഒരു സിമ്പൽ ഫൈ കൂടെ യൂസ് ചെയ്യണം. ഇവിടെ ഒരു സർക്കിള് ചെയ്ത് കാണുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഫൈ എന്ന് കൊടുത്തിട്ടില്ല, തെറ്റാണ്. ഇവിടെ എന്താണ്, ഫൈ എന്ന് കൊടുത്ത് 27 എന്ന് എഴുതി, അപ്പോൾ ഇതാണ് ശരി. അതുപോലെ തന്നെ റേഡിയസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ റേഡിയസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന് സിമ്പൽ ആർ എന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ താഴെ റോങ്ങും റൈറ്റും എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കിൾ അതിൻ്റെ ഡയമീറ്റർ ഉപയോഗിച്ചേ കാണിക്കാൻ പാടുള്ളൂ, ഒരു ആർക്ക് അതിൻ്റെ റേഡിയസ് ഉപയോഗിച്ചേ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഡയമീറ്റർ കാണിക്കുമ്പോൾ ആദ്യം ഫൈ എന്ന് പറയുന്ന സിമ്പിൾ, അതിന് ശേഷം അതിൻ്റെ വാല്യൂ എത്രയാണെങ്കിൽ, അളവ് എത്രയാണെങ്കിൽ അത്, അതായത് 520 ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ. ഇനി ആർക്കാണെങ്കിൽ അതിൻ്റെ റേഡിയസേ കാണിക്കാൻ പാടുള്ളൂ. നേരത്തെ പോലെ ആർ എന്ന് പറയുന്ന ലെറ്റർ എത്രയാണോ അതിൻ്റെ റേഡിയസ് അതിൻ്റെ മുന്നേ കൊടുത്തിരിക്കണം. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ R10. അപ്പോൾ അതാണ് നമ്മൾ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. നാലാമത്തെ പോയിൻ്റ്,
ഡയമെൻഷൻ ഷുഡ് ബി മാർക്ക്ഡ് ഫ്രം വിസിബിൾ ഔട്ട്ലൈൻസ് റാദർ ദാൻ ഫ്രം ഹിഡൻ ലൈൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് വരയ്ക്കുമ്പോൾ ചില ഭാഗത്തുനിന്ന് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കും. അത് ഹിഡൻ ആണ് എന്ന് അറിയിക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹിഡൻ ആയിട്ടുള്ള വ്യൂസിൽ അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ ഹിഡൻ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ അതിനെ മാക്സിമം ഡയമെൻഷൻ ചെയ്യാതെ നോക്കുക. അതിൻ്റെ മറ്റൊരു വ്യൂവിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ഹിഡൻ അല്ലാത്ത ഭാഗം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഡയമെൻഷൻ ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഫിഗറാണ് നോക്കാൻ പറയുന്നത്. ഈ റൈറ്റ് സൈഡിൽ 4ാമത്തെ പോയിൻ്റ് റൈറ്റ് സൈഡിൽ റോങ് റൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിഗർ തന്നെ അവിടെ റോങ്, അതായത് ഹിഡൻ ലൈൻസിൻ്റെ മേലെ നിന്ന് നമ്മൾ 5 mm എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യരുത്. അതിൻ്റെ വേറെ വ്യൂവിൽ അപ്പുറത്ത് അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അവിടെ അത് കൊണ്ടുപോയി ഡയമെൻഷൻ പ്ലേസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് നോക്കാം. ഓൾവേസ് പ്ലേസ് ലോങ്ങർ ഡയ ഔട്ട്സൈഡ് എ ഷോർട്ടർ. അതായത് ഏറ്റവും വലിയ ഡയമെൻഷൻ പുറത്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ റോങ് റൈറ്റ് എന്ന് പറയുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. റോങ് എന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ ആ 35 എന്ന് പറയുന്നതാണ് വലിയ ഡയമെൻഷൻ, വലിയ വാല്യൂ. അത് ഉള്ളിൽ കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് 2 10ൻ്റെ ഡയമെൻഷൻ കൊടുത്തിരിക്കുന്നു, അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഡയമെൻഷൻ ലൈനും എക്സ്റ്റൻഷൻ ലൈനും തമ്മിൽ ക്രോസ് ചെയ്ത് പോയി ആ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ വലതുവശത്ത് അത് റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ഡയമെൻഷൻ ഉള്ളിൽ കൊടുക്കുക, അതിന് ശേഷം മാത്രം അതിൻ്റെ വലിയ ഡയമെൻഷൻ കൊടുക്കുക. ഇതെല്ലാം നിസാരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ കൃത്യമായി ഇതെല്ലാം പാലിച്ചാലാണ് ഒരു ഡ്രോയിങ് നീറ്റായിട്ടും നമുക്ക് നോക്കാനും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ സാധിക്കുള്ളൂ. അടുത്ത പോയിൻ്റ് നോക്കാം. അറേഞ്ച് എ സീരീസ് ഓഫ് ഡയമെൻഷൻസ് ഓൺ എ കണ്ടിന്യൂസ് ലൈൻ. അതായത് ചെയിൻ ഡയമെൻഷനിങ്ങിൻ്റെ ഉപയോഗമാണ് ആ പോയിൻ്റ് പറയുന്നത്. അതായത് നമുക്കൊരു ഒരേ ലെവലിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഡയമെൻഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ റോങ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്, ഇവിടെ താഴെ 19, 16 എന്ന് പറയുന്ന ഡയമെൻഷൻ ഉണ്ട്. അത് 19 മേലെയും 16 താഴെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അത് എന്ത് ചെയ്യാം? റൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 19, 16 ഒരേ ലെവലിൽ ചെയിനായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയിനായിട്ട് തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു കണ്ടിന്യൂസ് ലൈനിൻ്റെ മേലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെ ഒരു 10, 25, 16 എന്ന് പറയുന്ന ഒരു 3 ഡയമെൻഷൻ ഇവിടെ കയറി ഇറങ്ങി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അത് ഒറ്റ ലൈനിൻ്റെ മേലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സീരീസ് ഓഫ് ഡയമെൻഷൻസ് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയിനായിട്ട് തന്നെ ചെയ്യണം എന്നാണ് ആ പോയിൻ്റ് പറയുന്നത്. അടുത്തത്, ഡയമെൻഷൻസ് ഓഫ് സ്മോൾ റേഡിയസ് ആർ ഷോൺ പ്രിഫറബിളി ഔട്ട്സൈഡ് ദ വ്യൂസ്. ഇത് നമ്മൾ റേഡിയസ് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്ന ഒരു ആർക്കിൻ്റെ റേഡിയസ് കാണിക്കേണ്ടി വന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ റേഡിയസ് കാണിക്കുമ്പോൾ ആ ആർക്ക് വരച്ചതിനൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടാകും. ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നൊരു ലൈൻ വരച്ച് ഏരോ ഹെഡ് ആ ആർക്കിൽ ടച്ച് ചെയ്ത് അത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെയാണ് എഴുതാറുള്ളത്. പക്ഷേ ചെറിയ റേഡിയസിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്തരം ഡീറ്റെയിൽസ്, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് അതിൽ നിന്ന് ലൈൻ വരച്ച് ഏരോ ഹെഡ് വരച്ച് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിനൊന്നും ഒരു സ്പേസ്, ഒരു സ്ഥലം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ആർക്കാവുമ്പോൾ അവിടെ ഒരു ലീഡർ ലൈൻ ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണിവിടെ. അതായത് റേഡിയസ് 5, റേഡിയസ് 3, 3, റേഡിയസ് 8 എന്നൊക്കെ പറയുന്ന ചെറിയ റേഡിയസുകളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മാക്സിമം നമുക്ക് പുറത്തേക്ക് ഒരു ലീഡർ ലൈൻ ഉപയോഗിച്ച് ചെയ്യുകയാണ് നല്ലത്. അതാണ് ആ പോയിൻ്റ് പറയുന്നത്. അടുത്തത്, ലീഡർ ലൈൻ ഷാൽ ബി ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 30, 45 ഓർ 60 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ. നോട്ട്സ് ഷാൽ ബി ഹൊറിസോണ്ടലി റിട്ടൺ. അതായത് ലീഡർ ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് പല ആവശ്യങ്ങൾക്കാണ്. ആർക്കിനും അതുപോലെ സർക്കിള് എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും അത് നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്
ഒരു ഏരോ ഹെഡ്, ഒരു ഇൻക്ലൈൻഡ് ലൈൻ, അത് കഴിഞ്ഞൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. പിന്നെ അതിനുശേഷം ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അവസാനത്ത് അതിൻ്റെ നോട്ട്സ് എഴുതും. ഇതാണ് ലീഡർ ലൈനിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ലീഡർ ലൈൻ ഇൻക്ലൈൻഡ് ആയിരിക്കണം, അതായത് ചെരിഞ്ഞ് തന്നെ ഇരിക്കണം. അത് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആവരുത്. അപ്പോൾ അത് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, അതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. 30, 45, 60. അതായത് നമ്മൾ ഒരു ലീഡർ ലൈൻ വരയ്ക്കുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കണം. അതിനൊരു ഏരോ ഹെഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടാവും. ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അവസാനമാണ് നമ്മൾ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നോട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ചെരിച്ച് വരയ്ക്കണം, ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കണം. അത് 30, 45, 60 ഡിഗ്രികളിലാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് എഴുതുന്ന നോട്ട്സ് എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ റോങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററും അതിൻ്റെ ഒരു ആവശ്യം വേണ്ട നോട്ടുമാണ്. ഇവിടെ ഒരു സർക്കിളിൽ ഹൊറിസോണ്ടലായിട്ട് വരച്ചു, അത് തന്നെ തെറ്റാണ്. പിന്നെ എഴുതുന്നത് വെർട്ടിക്കലായിട്ട് എഴുതി, അതും തെറ്റാണ്. അപ്പോൾ കൃത്യമായ രീതി സർക്കിളിൻ്റെ ഒരു ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്, അത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോട്ട്സ് ഹൊറിസോണ്ടലായിട്ട് എഴുതി, അല്ലേ? 5, 10, 20 ഡീപ്പ്. അതായത് 10 ഡയമീറ്റർ, 10 mm ഡയമീറ്ററാണ്, 20 mm ആണ് അതിൻ്റെ താഴ്ച, ഡീപ്പ്. അതിൻ്റെ അളവും അതിന് അത്യാവശ്യം വേണ്ട നോട്ട്സും, അതിനാണ് ലീഡർ ലൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ പോയിന്റിൽ പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. വെൻ എ ഓവറോൾ ഡയമെൻഷൻ ഈസ് ഗിവൺ, 1 ഇൻ്റർമീഡിയറ്റ് ഡയമെൻഷൻ ക്യാൻ ബി ഒമിറ്റഡ്. അത് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. അതായത് ഇത് മൊത്തം ഈ ഒബ്ജക്റ്റ് ഇവിടം മുതൽ ഇവിടം വരെ 75 ഈ ഒരു ലെങ്ത്ത് 75. അതിന് പിന്നെ ഓരോ സ്റ്റെപ്പിൻ്റെ 25, 20, 15 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ 15 മേലെ 75 എന്നുണ്ട്, ബാക്കി ഒരു ഡയമെൻഷൻ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, അല്ലേ? അപ്പോൾ ഓവറോൾ ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളതിൻ്റെ താഴെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതാണ് ആ പോയിൻ്റ് പറയുന്നത്. അടുത്തത്, ഇൻഫർമേഷൻ ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ വേ ഓഫ് നോട്ട്സ്. നമുക്ക് വിവരങ്ങൾ നോട്ട്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അത് വരുന്നൊരു സാഹചര്യം അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ഹോളുണ്ട്, 2 ഹോള്, രണ്ടും ഡയമീറ്റർ 7 ആണ്. അതുകൊണ്ട് അവിടെ 5, 7, 5, 7 എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് പക്ഷേ എന്താണ് എഴുതിയിരിക്കുന്നത്? റോങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരേ ഡയമീറ്ററിലെ 2 ഹോള് അടുത്തടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 5, 7, 5, 7 എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോളാണ് ഡയമെൻഷൻ ചെയ്യുന്നത്, അത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 5, 7, 2 ഹോൾസ്. അതാണ് നോട്ട്സ് ഉപയോഗിച്ച് നമുക്ക് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 7 mm ഡയമീറ്ററുള്ള 2 ഹോൾസാണ് അതിലുള്ളത്. ഓക്കെ, അടുത്ത പോയിൻറ്റ്, ഡോണ്ട് റിപ്പീറ്റ് ഡയമെൻഷൻ ഓൺ ഡിഫറൻറ്റ് വ്യൂസ്. ഓക്കെ, അതായത് അവിടെ ആ 12ാമത്തെ പോയിൻറ്റിൻ്റെ വലതുവശത്ത് അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ട്. ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും വരച്ചിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ. ഇപ്പോൾ വെറുതെ ഒരു റെക്റ്റാങ്കിൾ പീസാണെന്ന് വിചാരിക്കുക, ഒരു മരക്കട്ടയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹൈറ്റ് 10 അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്നും നമുക്ക് മനസ്സിലാവും, സൈഡ് വ്യൂ എന്നും മനസ്സിലാവും. രണ്ടും വ്യത്യാസം ഉണ്ടാവില്ല, ഒരേ ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വ്യൂവിൽ നിന്ന് അത് കിട്ടുന്നുണ്ടെങ്കിൽ അതേ ഡയമെൻഷൻ തന്നെ നമ്മൾ അടുത്ത വ്യൂവിലും ഡയമെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഹൈറ്റ് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു സമയത്ത് നിന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി, അല്ലേ? അത് ഫ്രണ്ട് വ്യൂവിൽ അതിൻ്റെ ഹൈറ്റ് 10 mm എന്ന് മനസ്സിലായി, പിന്നെ സൈഡ് വ്യൂവിൽ നമ്മളത് 10 mm കൊടുക്കേണ്ട കാര്യം ഇല്ല. അതിൽ മറ്റ് ഡയമെൻഷൻസ്, നമുക്കറിയാത്ത ഡയമെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഡയമെൻഷൻ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത പോയിൻറ്റ്, ഓൾവേസ് പ്ലേസ് ദ ആംഗിൾസ് ഔട്ട്സൈഡ് ദ വ്യൂസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇത്
ആദ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, ആംഗിൾ മാക്സിമം ഔട്ട്സൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ആംഗിളുകൾ മാക്സിമം ഔട്ട്സൈഡ് ചെയ്യുക. ഇപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, ഉള്ളിൽ ചെയ്യേണ്ട സാഹചര്യം ചിലപ്പോൾ വരും. മാക്സിമം പുറത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പുറത്ത് ചെയ്യുക എന്നാണ് ആ 13ാമത്തെ പോയിൻ്റ് ഉദ്ദേശിച്ചത്. 14, വെൻ എ ഡയമെൻഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ ഈക്വൽ പാർട്സ്, ദ സൈൻ ഈക്വൽ അല്ലെങ്കിൽ പാരലൽ എന്ന് നമ്മൾ കാണിക്കുന്ന മേ ബി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഈക്വൽ ഡിസ്റ്റൻസ്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാവുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് അറിയാവുന്ന ഒരു ഒബ്ജക്റ്റ് അത് ഈക്വലായിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഡിവിഷൻ വരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ ഫിഗറിൽ 14ാമത്തെ പോയിൻ്റ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് അവിടെ എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസിൽ ഹോളുകളുണ്ട് എന്നാണ്, ഈക്വൽ ഡിസ്റ്റൻസിൽ ഹോളുകളുണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് അറിയാം, എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഡ്രോയിങ് വരച്ച് അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ 20, 20, 20, 20 എന്ന് എഴുതി പോകേണ്ട കാര്യമില്ല. എന്താണ് പകരം അവിടെ ഒരു നമ്മൾ ഈക്വലിന് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒരു പാരലൽ സിമ്പിൾ ഇടുന്ന പോലെയാണ് അവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ റൂൾസ് എല്ലാം പറയുന്നത്. അടുത്തത്, the first dimension line should be drawn 12 mm away from the object line and the successive dimension line 10 mm away from each other. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ചു, ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് അതിൻ്റെ ഏത് എഡ്ജിൽ നിന്നായാലും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നമ്മളൊരു ഈ എഡ്ജിൽ നിന്ന് ആദ്യം വരയ്ക്കുന്ന ഡയമെൻഷൻ ലൈൻ 12 mm മാറി വരയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെയും ഡയമെൻഷൻ ലൈൻ വരുന്നുണ്ടെങ്കിൽ അത് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവണം, 10 mm ഡിസ്റ്റൻസ് ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇതെല്ലാം ഈ റൂൾ പറയുന്നതിനാണ്, ഇത് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, ഈ റെക്റ്റാങ്കിൾ എക്സ്റ്റൻഷൻ വരച്ച് നമ്മൾ ഡയമെൻഷൻ ലൈൻ വരയ്ക്കാൻ വിചാരിക്കുക. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ലൈനിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ് 12 mm മാറി വരയ്ക്കണമെന്ന് പറഞ്ഞത്. അത് വേറെ ഒന്നിനുമല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായി ഒബ്ജക്റ്റ് ലൈൻ്റെ അവിടെ നിന്ന് മാറി ഡയമെൻഷൻ ലൈൻ കിടക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡയമെൻഷൻ എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും. ഡയമെൻഷൻ എഴുതി കഴിഞ്ഞാലും അത് ഒബ്ജക്റ്റും ഡയമെൻഷനും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നീറ്റായിരിക്കും, കാര്യങ്ങൾ കൃത്യമായിട്ട് വായിക്കാൻ കഴിയും. ഒബ്ജക്റ്റിനോട് അടുപ്പിച്ച് തന്നെ ഡയമെൻഷൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും, എഴുതാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റ് വരച്ച് ഒബ്ജക്റ്റിൻ്റെ എഡ്ജിൽ നിന്ന്, അതാണ് ഒബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റിൻ്റെ ആ എഡ്ജിൽ നിന്ന് ആദ്യം വരയ്ക്കുന്ന ഡയമെൻഷൻ ലൈൻ ഒരു 12 mm മാറ്റി വരയ്ക്കാനാണ് പറയുന്നത്. പിന്നീട് വരുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡയമെൻഷൻ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ചെറുത് പിന്നെ വലുത് പിന്നെ അതിൻ്റെ വലുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരലായിട്ട് ഡയമെൻഷൻ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തേത് 12 mm മാറിയിട്ടും പിന്നീട് വരുന്നത് ഓരോന്നും 10 mm എങ്കിലും ഡിസ്റ്റൻസ് മാറി 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 വരയ്ക്കണം എന്നാണ് ഇവിടെ പറയണത്. അത് ചില കേസിൽ 10 mm എന്നും 8 mm എന്നും ചില ബുക്കിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത പോയിൻ്റ് 17, നെവർ യൂസ് സെൻറ്റർ ലൈൻ ആസ് ഡയമെൻഷൻ ലൈൻ. സെൻറ്റർ ലൈൻ നമ്മൾ ഡയമെൻഷൻ ലൈനായിട്ട് ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സെൻറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു വലുത് ഒരു ചെറുത്, ഒരു വലുത് ഒരു ചെറുത് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന ചെയിൻ ലൈൻ എന്ന് പറയുന്ന ലൈൻ, അത് ഡയമെൻഷൻ ലൈനായിട്ട് ഉപയോഗിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത പോയിൻ്റ്, എവരി ഡയമെൻഷൻ ഗിവൺ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് പെർമിറ്റ് ഓൺലി വൺ ഇൻ്റർപ്രിട്ടേഷൻ. തന്നിരിക്കുന്ന എല്ലാ ഡയമെൻഷനും വളരെ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. അതിന് ഒരു ഇൻ്റർപ്രിട്ടേഷനേ ഉണ്ടാകാൻ പാടുള്ളൂ, അതായത് ഒരു വ്യാഖ്യാനമേ അതിനുണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ ആ ഡയമെൻഷൻ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ നോക്കുമ്പോൾ അത് 50 mm തോന്നുക, അപ്പുറത്തേക്ക് മാറി വേറൊരു ഡ്രോയിങ്ങിലേക്ക് നോക്കുമ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനം എന്ന രീതിയിൽ ഉണ്ടാകരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ആ വ്യൂ കൊണ്ട്, ആ ഡയമെൻഷൻ കൊണ്ട് നമുക്ക് കൃത്യമായി അതിൻ്റെ വ്യക്തമായൊരു രൂപം കിട്ടിയിരിക്കണം, അതാണ് പറഞ്ഞത്. 19th പോയിൻ്റ്, ഡയമെൻഷൻസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ 1 unit ഓൺലി
പ്രിഫറബിളി ഇൻ മില്ലിമീറ്റർ. ദിസ് ഷുഡ് ബി പ്രിൻറ്റഡ് ആസ് എ നോട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ഷീറ്റിലാണ് ഇതൊക്കെ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ CAD ആയാൽ പോലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ പോലും എല്ലാം ഒറ്റ യൂണിറ്റിലായിരിക്കണം. ഒരേ ഡ്രോയിങ്ങിൽ തന്നെ ഒരു ഷീറ്റിൽ തന്നെ നമ്മൾ പല യൂണിറ്റുകൾ, അപ്പോൾ യൂണിറ്റ് നമുക്കറിയാം, നമ്മൾക്ക് ലെങ്ത്തും വിഡ്ത്തും ഇതുപോലെ കാര്യങ്ങൾ ആവശ്യം വരിക. അപ്പോൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ, അങ്ങനെ പല യൂണിറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റാണ് ഡ്രോയിങ് ഷീറ്റിൽ നമ്മളൊരു ഡ്രോയിങ് ഷീറ്റിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് മുൻഗണന കൊടുക്കുന്നത് ഏതിനാണ്? മില്ലിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെല്ലാം ചെയ്യുന്നത് മില്ലിമീറ്ററിലാണ്. നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങുകളെല്ലാം മില്ലിമീറ്ററിലാണ്. ദിസ് ഷുഡ് ബി പ്രിൻറ്റഡ് ആസ് എ നോട്ട്. ഇത് ഒരു നോട്ടായിട്ട് എഴുതാൻ വേണം. അതായത് ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് വരച്ച് അതിൻ്റെ തൊട്ടുമേലെ ഇതൊരു നോട്ടായിട്ട് പ്രിൻ്റ് ചെയ്ത് വെക്കാൻ വേണം. അതായത് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm, അതായത് മില്ലിമീറ്റർ. എല്ലാ ഡയമെൻഷൻസും മില്ലിമീറ്ററിലാണെന്ന് നമ്മൾ ടൈറ്റിൽ ബ്ലോക്കിൻ്റെ തൊട്ട് മേലെ എഴുതി വയ്ക്കാൻ വേണം. അതാണ് പ്രിൻ്റ് ചെയ്ത് വയ്ക്കണം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചത്. 20th point, when the space for dimensioning is insufficient, the arrowhead may be reversed or adjacent arrowheads may be placed by a dot. അതായത് നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 5 mm അല്ലെങ്കിൽ 3 mm എന്നൊക്കെ പറയുന്ന ചില ഡയമെൻഷൻസ് വരും, അല്ലെങ്കിൽ 2 mm എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഒരു ഡയമെൻഷൻ ലൈൻ വരച്ച് അതിൻ്റെ രണ്ട് എൻഡിലും ഏരോ ഹെഡ് വരയ്ക്കാൻ 2 എക്സ്റ്റൻഷൻ ലൈൻ ഉണ്ടാവും അല്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു ഡയമെൻഷൻ ലൈൻ വരച്ച് 2 ഏരോ ഹെഡൊക്കെ വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അതും പോരാ, അവിടെ 2 എന്ന് നമ്മൾ എഴുതുകയും വേണം, അല്ലെങ്കിൽ 3 എന്ന് എഴുതുകയും വേണം. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എക്സ്റ്റൻഷൻ ലൈനിൻ്റെ പുറത്ത് നിന്ന് ഏരോ ഹെഡ് റിവേഴ്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ ലൈൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാല്യൂ എത്രയാണെങ്കിൽ അത് എഴുതും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അടുപ്പിച്ചതുപോലെ ചെറിയ ചെറിയ ഡയമെൻഷൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഏരോ ഹെഡ് ഒഴിവാക്കും. പകരം അവിടെ ഓരോ എക്സ്റ്റൻഷൻ ലൈനും ഇപ്പോൾ 2 mm രണ്ട് എൻഡിലും ഓരോ ഡോട്ട് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഡയമെൻഷൻ എഴുതും. അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഏരോ ഹെഡ് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഏരോ ഹെഡ് ഒഴിവാക്കിയിട്ട് പകരം അവിടെ എന്ത് ചെയ്യും? ഡോട്ട് ഉപയോഗിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 21. എക്സ്റ്റൻഷൻ ലൈൻസ് ഷുഡ് ബി ഡ്രോൺ ഫ്രം ദ വിസിബിൾ ഫീച്ചേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് എക്സ്റ്റെൻഡഡ് സ്ലൈറ്റ്ലി ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ. അപ്പോൾ എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് വിസിബിളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വരയ്ക്കണം. അത് നമുക്കറിയാം, കാരണം ഡയമെൻഷൻ ചെയ്യേണ്ടത് വിസിബിളായിട്ടുള്ള ഭാഗങ്ങളാണ്. ഹിഡൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാക്സിമം ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഡയമെൻഷൻ ലൈനിൻ്റെ കുറച്ചപ്പുറത്തേക്ക് എക്സ്റ്റൻഷൻ ലൈൻ നിൽക്കണം. ഇപ്പോൾ ഒരു 3 mm മാക്സിമം പുറത്തേക്ക് നിൽക്കണം. അതിലേറെ എക്സ്റ്റൻഷൻ ചെയ്ത് വരയ്ക്കരുത്. നമ്മൾ കാണാറുണ്ട് ഡ്രോയിങ് ഷീറ്റിൽ എക്സ്റ്റൻഷൻ ലൈൻ അങ്ങോട്ട് വരച്ചിടും, ഡയമെൻഷൻ ചെയ്യേണ്ട ഭാഗവും കഴിഞ്ഞ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് വെറുതെ വരച്ചിടും. അത് ചെയ്യരുത്. എക്സ്റ്റൻഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ എവിടെയാണോ വരുന്നത് അതും കഴിഞ്ഞ് ഒരു 3 mm വരെയൊക്കെയാണ് പുറത്തേക്ക് നിൽക്കാൻ പാടുള്ളൂ. പുറത്തേക്ക് നിർബന്ധമായി നിൽക്കുകയും വേണം, എന്നാൽ അതൊരു 3 mm കൂടുതൽ വരാനും പാടില്ല. ഓക്കെ, അതാണ് ആ പോയിൻ്റ് പറയുന്നത്. 22. Extension and dimension line should not cross each other and also other line in the drawing. ഇത് തന്നെ, അതായത് എക്സ്റ്റൻഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ, അതുപോലെ സെൻറ്റർ ലൈൻ എന്നൊക്കെ പറയുന്ന കുറേ ലൈൻസ് ഇതിൻ്റെ ഡ്രോയിങ്ങിൽ വരുന്നുണ്ടാവും. ഇതൊന്നും തമ്മിൽ പരസ്പരം മാക്സിമം ക്രോസ് ചെയ്യാതെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഡ്രോയിങ് നോക്കുമ്പോൾ, ഡയമെൻഷൻസ് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഒരു അവ്യക്തത അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ മുന്നേ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡയമെൻഷനിങ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ വരച്ച് അതിൻ്റെ മേലെ നമ്മൾ അളവുകൾ എഴുതുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട അതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുമ്പോൾ നമുക്കതിൽ അളവുകൾ എഴുതാതെ അല്ലെങ്കിൽ നോട്ട്സ് എന്തെങ്കിലും എഴുതാതെ ഒന്നും കഴിയില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ട ചില റൂൾസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.